എത്ര മോശമായിട്ടാ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡിവൈഎഫ്ഐയെ കണ്ടുപഠിക്കാൻ പറഞ്ഞ കെ സുധാകരൻ, ശ്രീ KPCCയുടെ മുൻ പ്രസിഡന്റ്, ഒരു പത്രസമ്മേളനത്തിൽ ശ്രീ VD സതീശൻ വരാൻ താമസിച്ചപ്പോൾ ഉപയോഗിച്ച ഭാഷ ഏതാ? അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തള്ള വാക്കുകളാണ് പറയാറുള്ളതെന്ന്. നമുക്ക് തർക്കമില്ല. അവരുടെ കമ്മിറ്റികൾ കൂടുമ്പോഴും അവരുടെ സ്വകാര്യ വേളകളിലുമൊക്കെ അവർ ഇത്തരം വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. എത്ര മോശമായിട്ടാ പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ അവരുടെ ഒരു ശൈലിയാണ്, അത്തരം വാക്കുകളാണ് പറയുന്നത്. ഒരു മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത് കേട്ടില്ലേ? 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവിനെ നീ എന്ന് വിളിക്കുക, പോടാ എന്ന് വിളിക്കുക. അത് വെറുതെ പറയല്ല, ലെറ്റർ പാഡിൽ എഴുതി പറയുക. എന്നിട്ട് ഈ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതൃത്വം ഇല്ലായിരുന്നു, അത് ശരിയല്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, രാഷ്ട്രീയമൊക്കെ വേറെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ അവമതിപ്പുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ വല്ലതും പറഞ്ഞു കൊടുക്കാൻ ആ പാർട്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരെ വേണമെങ്കിലും തെറി വിളിക്കും, ആരെ വേണമെങ്കിലും ആക്ഷേപിക്കും, ഏത് വാക്കുകൾ ഉപയോഗിക്കും. എന്താണ് ഇവര് ശൈല ടീച്ചറെ കുറിച്ച് ഉപയോഗിച്ച വാക്ക്? എന്താണ് വീണ ജോർജിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ? സ്ത്രീ എന്ന പരിഗണന, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന ചൊല്ല് കേരളത്തിൽ ഒരുപാട് പേര് പറയുന്ന വാക്കുകളാണ്, കവി ഭാഷ്യമാണ്. വീണ ജോർജ് എന്താ ഇവർക്ക് ഇത്രയും കൂടുതൽ ഇഷ്ടക്കേടുണ്ടാക്കുന്നത്? ശൈല ടീച്ചറുടെ തുടർച്ചയായിട്ട് വീണ ജോർജ് എന്ത് അസ്വസ്ഥതയാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്? ഏത് കാര്യത്തിലാണ് വീണ ജോർജ് ഇവർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖലയും ഇവിടെ വന്ന് പ്രകടന പത്രിക റിലീസ് ചെയ്ത രേവന്ത് റെഡ്ഡിയുടെ ആരോഗ്യ മേഖലയോടെ പരിശോധിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ?